നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏകദേശം ഒരു 18 വർഷക്കാലങ്ങൾക്ക് മുമ്പ്, 18 വർഷമായിരുന്നു വയസ്സാകുന്നു തൊഴിലുറപ്പിന്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അല്ലെങ്കിൽ സ്കീം NREGS എന്ന പേരിൽ ഒരു പദ്ധതി രാജ്യത്ത് ആരംഭിക്കുകയും 18 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിൽ ദിനങ്ങൾ രാജ്യത്ത് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിൽ തൊഴിലുറപ്പ് സംവിധാനം രാജ്യത്തെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രാമീണ തൊഴിലാളികളാണ് കൂടുതലും ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അതിനകത്ത് മെജോറിറ്റി ആളുകളും സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. അപ്പം പിന്നെ മേറ്റുമാരുണ്ട്, പിന്നെ അതിന് സൂപ്പർവൈസർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ വലിയ സന്നാഹമാണ്. നമ്മുടെ സംസ്ഥാനത്തും ഇത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് മിഷനെല്ലാം ഉണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. വർഷങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ മാസങ്ങൾ കഴിയും തോറും തൊഴിലുറപ്പ് പദ്ധതിയിലെ ആശങ്ക വർദ്ധിക്കുകയാണ്. പ്രധാനപ്പെട്ട ആശങ്കകളൊന്ന്, നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം വഴിയാണ് രാവിലെ ജോബിന് കയറുമ്പോൾ ജോബ് കാർഡ് എടുക്കാന്നാണ് പറയുന്നത്. ജോബ് കാർഡ് എടുത്തവർ, പേര് രജിസ്റ്റർ ചെയ്തവർ രാവിലെ ജോലിക്ക് കയറുമ്പോൾ ഈ മൊബൈൽ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യണം കാര്യങ്ങൾ. വൈകുന്നേരം ചിത്രം എടുത്ത് അത് ടാഗ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളായിട്ട് നടക്കുന്ന സ്ഥലത്ത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസും പിന്നെ രാവിലെയും വൈകുന്നേരം ചെറിയ ടൈം ഗ്യാപ്പിലൊക്കെ ടൈം വ്യത്യാസമൊക്കെ വരുമ്പോൾ പലർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ 10 പേർക്കോ മറ്റോ ഒന്നിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സാങ്കേതികത എനിക്കറിയില്ല. പക്ഷേ 10 പേര് ഒക്കെ ഒന്നിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ആ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം തന്നെ പരിഷ്കരിക്കേണ്ട സമയമായി. കാരണം അതിനകത്തേക്ക് ഈ ജോലി കഴിയുമ്പോൾ എല്ലാവരും ഒരേ സമയം അപ്ലോഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ജാമാവുകയും പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതൊരു വലിയ വിഷയം. രണ്ടാമത്തെ വിഷയം, 100 ദിവസമാണ് ശരാശരി ജോലി കൊടുക്കുന്നത്. ഈ 100 ദിവസം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും അതിൻ്റെ പലപ്പോഴും വളരെ മുന്നിലാണ്. നമ്മൾ ഈ 100 ദിവസം തൊഴിൽ കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. വളരെ അപൂർവം പഞ്ചായത്തുകൾ മാത്രമേ 100 ദിവസം തൊഴിൽ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ തൊഴിലാളികളുടെയും തൊഴിലാളി സംഘടനകളുടെയൊക്കെ ഇതിന് സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘടനകളുടെ ഡിമാൻഡ് 200 ദിവസം ആക്കണമെന്നാണ്. 100 ദിവസം കൊടുത്ത തൊഴിലെ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. 100 ദിവസത്തേക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല പഞ്ചായത്തിൽ. അപ്പോൾ പിന്നെ 200 ദിവസം ആക്കുന്നത് കൊണ്ട് വല്ല മെച്ചമുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വർഷം കഴിയും തോറും തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു വരുന്നു. കഴിഞ്ഞ വർഷം 9.5 കോടി തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്നു. അത് വീണ്ടും കുറച്ച് വന്നു. പിന്നെ 3,85,00,000 തൊഴിൽ ദിനങ്ങൾ 2020-21 വന്നു. അത് വീണ്ടും 23-24 ആകുമ്പോൾ 307 കോടിയിലേക്ക് കുറയുന്നു. അപ്പോൾ ഈ തൊഴിൽ ദിനങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. മോണിറ്ററി സിസ്റ്റം വലുതാകുന്നു, കുറച്ചുകൂടി കഠിനമാകുന്നു. രാജ്യത്താകെ തൊഴിലുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് തൊഴിലുറപ്പിന്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, പാരിസ്ഥിതിക പുനരുജ്ജീവനം എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. തൊഴിലുറപ്പിൻ്റെ രേഖകളിൽ ഏറ്റവും പ്രധാനം പാരിസ്ഥിതിക പുനരുജ്ജീവനമാണ്. മണ്ണ്, ജല, ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താവുന്നതാണ്. പിന്നെ കുറച്ച് ഇൻകം ജനറേറ്റീവ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസും ചെയ്യാം. പിന്നെ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം, JLG, പല സോഷ്യൽ ആഡിറ്റ് ഉണ്ട്. അങ്ങനെ നോക്കിയാൽ വളരെ വിപുലവും വിശാലവുമായ ഒരു സന്നാഹമാണ് തൊഴിലുറപ്പിനുള്ളത്. പക്ഷേ കേരളത്തിൽ എത്ര സ്ഥലത്ത് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ഉണ്ട്, JLG ഉണ്ടെന്ന് അറിയില്ല. അവർക്ക് ഒരുപാട് സാധ്യതയാണുള്ളത്. അപ്പോൾ എത്ര സ്ഥലത്ത് JLG ഉണ്ടെന്നറിയില്ല. തൊഴിലുറപ്പുകാർ തന്നെ പാരിസ്ഥിതിക പുനരുജ്ജീവനം എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാപകമായി മനോഹരമായി കിടക്കുന്ന പുൽമേടുകൾ പോലും, പുല്ലിൻ്റെ തോട്ടങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ഗാർഡൻ പോലെ, അല്ലെങ്കിൽ പുല്ല് വളർന്നു കിടക്കുന്ന ജംഗ്ഷനുകളല്ലാത്ത, തിരക്കില്ലാത്ത റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന പുല്ല് പോലും, നിറഞ്ഞു കിടക്കുന്ന പുല്ല് പോലും ചെത്തുന്ന രീതിയുണ്ട്. അപ്പോൾ പുല്ലിയത്തിൽ ഇപ്പോൾ കുറച്ച് ഒഴിവായിട്ടുണ്ട്. പരിസ്ഥിതി പുനരുജ്ജീവനമാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ, പൊതു വ്യക്തികൾ അങ്ങനെയുള്ള പറമ്പിൽ അവരുടെ കുളം സംരക്ഷിക്കുക, പറമ്പിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെ ഇതിനൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. നിർത്തലാധിഷ്ഠിത വികസന കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനത്തെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അവിടെ ഒരു പ്രദേശമാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ സമ്പന്നർ കാണും, പാവപ്പെട്ടവർ കാണും, പല തരത്തിലുള്ള ആളുകൾ കാണും. ഒരു സ്ഥലത്ത് ഒരാളിൻ്റെ പറമ്പിൽ സമ്പന്നനാണെങ്കിലും അവിടെ ഒരു ജലസംരക്ഷണവും മണ്ണ് സംരക്ഷണ പ്രവർത്തനം നടത്തിയാൽ അതിൻ്റെ ഗുണം ആ ഏരിയയ്ക്കാകെ വരും. ഒരു കുറേ ദൂരം പ്രദേശത്തേക്ക് വരും. മോൾ ഭാഗത്താണ് ചെയ്യുന്നതെങ്കിൽ താഴോട്ട് എല്ലാം സംഭവിക്കും, അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ കുറച്ചുകൂടി നിർത്തലാധിഷ്ഠിത വികസന പദ്ധതിയാക്കി മാറ്റുന്നതിനെക്കുറിച്ചും ഈ മോണിറ്ററിംഗ് സിസ്റ്റം കുറച്ചുകൂടി നന്നായി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് മറ്റൊരു സിസ്റ്റത്തിലൂടെ ചെയ്യുകയും ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മോണിറ്ററിംഗ് സിസ്റ്റമൊക്കെ വരാനുള്ളൊരു കാര്യം എന്താണ്? നമ്മൾ ഒരു കുളം നിർമ്മിക്കുന്നു, ഒരു കുളം തന്നെ ഇപ്പം ഇറിഗേഷൻകാർ പോയി പൈസ മുടക്കും, മത്സ്യഫെഡുകാർ പോയി പൈസ മുടക്കും, തൊഴിലുറപ്പുകാർ പോയി ചെയ്യുന്നു, പഞ്ചായത്തിൻ്റെ സ്വന്തം പൈസയിൽ ചെയ്യുന്നു, ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നു, മറ്റ് വകുപ്പ് നബാർഡിൻ്റെ സ്കീമിൽ ചെയ്യുന്നു. അങ്ങനെ പല സ്കീമുകളിൽ ഒരേ കുളം തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്ടർ ബോഡീസൊക്കെ നിർമ്മിക്കുന്ന പല കാര്യങ്ങളും കാണുന്നു. ഒരേ സ്ഥലം തന്നെ പല ഏജൻസികൾ പോയി
പിന്നെ മണ്ണ് ജല ജൈവ സംരക്ഷണം നടത്തുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇത് സ്ട്രിക്റ്റ് ആയി വന്നത്. സ്ട്രിക്റ്റ് ആയപ്പോൾ ഇത് വേണ്ടത്ര രൂപത്തിലേക്ക് തൊഴിലാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് സോഷ്യൽ ഓഡിറ്റ് വിഭാഗമുണ്ട് കേരളത്തിൽ. ഈ സോഷ്യൽ ഓഡിറ്റ് വിഭാഗത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ആ മെക്കാനിസവും നന്നായി വരേണ്ടതാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു വരുന്നു. തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് സ്ഥാപിച്ചത് കോടിക്കണക്കിന് വരുന്ന നിരാലംബരായ, അശരണരായ, സാധുക്കളായ ആളുകൾക്ക് ഒരു 100 ദിവസം ജോലി കൊടുത്ത് ഭരണഘടനാപരമായി തന്നെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുവാനുള്ള സ്റ്റേറ്റിന്റെ ഒരു ബാധ്യത കൂടി, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റാണ്. ആ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിൽ, ഭരണകൂടം എന്നുള്ള അർത്ഥത്തിൽ അവരുടെ ബാധ്യത കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി തന്നെ വന്നത്. പക്ഷെ ആ പദ്ധതി ബഡ്ജറ്റ് കൊണ്ടും മെലിയുന്നു, തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു അത് മെലിയുന്നു, പിന്നെ കർശനമായ നിയമങ്ങൾ വന്നുകൊണ്ടും അത് മെലിയുന്നു. നിയമങ്ങൾ വേണ്ട എന്നല്ല, ഏറ്റവും സുതാര്യമായിട്ടുള്ള നിയമങ്ങൾ തന്നെ വരണം. മൊബൈൽ ആപ്പോ ഈ പിന്നെ നാഷണൽ മൊബൈൽ മാനേജ്മെന്റ് സിസ്റ്റം പോലുള്ള ആപ്പുകളൊക്കെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം സ്വാതന്ത്ര്യം കൊടുത്തു പോയാൽ അതിനകത്ത് അഴിമതി നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ കുളം തന്നെ കെട്ടുന്നു, ഒരേ നദി തന്നെ ശുദ്ധീകരിക്കുന്നു, ഒരേ പറമ്പ് തന്നെ ചെയ്യുന്നു, നിരന്തരം ചെയ്യുന്നു. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻസി കുറവോ അല്ലെങ്കിൽ അതിനകത്തൊരു കറപ്ഷനോ ഒരു സ്വജനപക്ഷപാതമോ ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ മോണിറ്ററി സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ലിബറലായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. തൊഴിലുറപ്പെന്ന് പറയുന്നത് തൊഴിൽ കൊടുക്കലും തൊഴിൽ വാങ്ങി എടുത്ത് ചെയ്യലുമാണ്. അപ്പോൾ തൊഴിൽ ദിനം ഉറപ്പാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ 100 ദിനം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ അപൂർവം പഞ്ചായത്തുകൾ മാത്രമാണ് 100 ദിനം ഉറപ്പാക്കുന്നത്. അപ്പോഴാണ് 200ന്റെ ഡിമാൻഡ് വരുന്നത്. തീർച്ചയായിട്ടും ആദ്യം 100 ഉറപ്പാക്കണം, അത് വളരെ പ്രധാനമാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കിട്ടേണ്ടതുണ്ട്. അവന് ശമ്പളം അവർക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ബാങ്കിലേക്കാണ് പോകുന്നത്, ആ ശമ്പളം കിട്ടേണ്ടതുണ്ട്. ഇതെല്ലാം നടക്കണം. പക്ഷെ തൊഴിലുറപ്പ് പദ്ധതി ഓരോ ദിവസം കഴിയും തോറും ചുരുങ്ങി വരികയാണ്. അത് നിയമം കൊണ്ടും അതുപോലെ തന്നെ ഉത്തരവുകൾ കൊണ്ടും പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടും അത് ചുരുങ്ങുകയാണ്, മെലിയുകയാണ്. ഒരു കാരണവശാലും അത് ചുരുങ്ങാനും മെലിയാനും അനുവദിക്കരുത്. മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തൊഴിലുറപ്പിന്റെ ഏറ്റവും വലിയ വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, വൈവിധ്യവൽക്കരിച്ച കാര്യങ്ങൾ ചെയ്യാൻ തൊഴിലുറപ്പുകാരെ സജ്ജരാക്കണം. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇങ്ങനെയൊക്കെ ചില കോമ്പിനേഷൻ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നാഷണൽ ലെവലിൽ അഡ്രസ്സ് ചെയ്യിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എന്തായാലും ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പരമാവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയണം. കൊടുക്കുന്ന തൊഴിൽ പ്രൊഡക്റ്റീവായിട്ട്, ഞാനീ പറഞ്ഞില്ല, എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്തുകൊണ്ട് നമ്മുടെ പിന്നെ പാതയോരങ്ങളും നദികളുടെയൊക്കെ തീരങ്ങളിലുള്ള വേസ്റ്റ് ലാൻഡിൽ മനോഹരമായ ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ചുകൂടാ? അവർക്ക് തന്നെ, ആ പ്രദേശത്തുള്ളവരാണല്ലോ ജോലി ചെയ്യുന്നത്, അവർക്ക് തന്നെ അതിന്റെ മോണിറ്ററിംഗും കൊടുക്കാം. ജനകീയ സമിതി എടുത്ത് അവർക്ക് തന്നെ അതിന്റെ മോണിറ്ററിംഗ് കൊടുക്കാം. മറ്റാരും മോണിറ്റർ പോലും ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ അവർ ജോബ് കാർഡ് എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ജോബ് കിട്ടില്ല. ജോബ് കാർഡ് എടുത്താലേ ജോലിക്ക് വരാൻ പറ്റൂ. അവർക്ക് ജോലി കണ്ടെത്തി കൊടുക്കണം, അവരുടെ മോണിറ്ററിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് വരണം, ഇത് കാര്യങ്ങൾ ടാഗ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സമ്പൂർണ്ണ കിണർ നിറ ഒരു പദ്ധതിയായിട്ട് എടുത്തതാണ്, പക്ഷെ അതൊന്നും മുമ്പോട്ട് പോയിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടി ഈ പിന്നെ പുല്ല് ചെത്തുക അല്ലെങ്കിൽ കാട് വൃത്തിയാക്കുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ആവശ്യമായ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കുക. അഥവാ ഇനി എവിടെയെങ്കിലും അത് മുറിച്ച് കളയുകയാണെങ്കിൽ പകരം പച്ചപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ കൂടി, ഒരു ഗ്രീനറി ഉണ്ടാക്കാനുള്ള പരിപാടികളിൽ കൂടി തൊഴിലുറപ്പുകാർ പങ്കെടുക്കണം. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ, അതുപോലെ തന്നെ പിന്നെ പാതയോരങ്ങൾ ഹരിതവൽക്കരിക്കുന്നതിൽ, സ്കൂൾ ക്യാമ്പസുകൾ അതിൽ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ, പിന്നെ എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ എവിടെ ചെയ്താലും പൊതു സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിനുള്ള വായുവിനും ഒക്കെ ആണ് ഗുണം വരുന്നത്. അപ്പോൾ പരമാവധി പച്ചപ്പുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം. പിന്നെ മറ്റ് പ്രൊഡക്റ്റീവ് സെക്ടറുകളിലേക്ക് പോകണം. 100 ദിനം തൊഴിൽ കൊടുക്കാൻ കഴിയട്ടെ. അത് 100 എന്നുള്ളത് അടുത്ത സ്റ്റേജിൽ അത് 200 ആകട്ടെ എന്നതിനാണ് തൊഴിലാളികളുടെ ആവശ്യമനുസരിച്ച് 200 ആകട്ടെ. പിന്നെ ഈ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകട്ടെ. അപ്പോഴും തൊഴിലുറപ്പ് എന്ന് പറയുന്നതിൻ്റെ സാധ്യത ഇതുവരെ കേരളം സമ്പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം. ആ പ്രയോജനപ്പെടുത്താൻ കാരണം ഇതിനകത്ത് ബഡ്ജറ്റൊക്കെ എത്ര തുക ചോദിച്ചാലും കൊടുക്കുമെന്ന് പറയുന്നത്. പ്രപ്പോസൽ അനുസരിച്ചാണ് പൈസ, പ്രോജക്റ്റ് അനുസരിച്ചാണ് പൈസ. അപ്പോൾ പ്രോജക്റ്റും പ്രപ്പോസലും നല്ലത് തയ്യാറാക്കിയാൽ ധാരാളം പൈസ കിട്ടും. അല്ലാതെ ഇത്ര രൂപയ്ക്ക് പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് പോവാ, ഇത്ര രൂപയ്ക്ക് പ്രപ്പോസൽ കൊണ്ടുപോകാന്നല്ല പറയുന്നത്. ഇന്ന പഞ്ചായത്തിനോട് നിങ്ങൾക്ക് എന്ന് പറയുന്ന പർട്ടിക്കുലർ പഞ്ചായത്തിനോട് ഇത്ര രൂപയാണ് നിങ്ങളെ തൊഴിലുറപ്പിന്റെ ബഡ്ജറ്റ്, നിങ്ങൾ അതിലൊരു പ്രപ്പോസൽ കൊണ്ടുപോകാൻ എന്നല്ല പറയുന്നത്. ഇത്രയും ഫ്ലെക്സിബിളായ ഒരു നിയമം താഴെ തലത്തിൽ ഉണ്ടായി വരുന്ന പിന്നെ എന്താണ് പ്രപ്പോസൽ ഡിസൈൻ, അത് ഗ്രാമസഭ കൂടിയൊക്കെ അംഗീകരിക്കണമെന്നാണ്. അവിടെയൊക്കെ ഒരുപാട് ഫ്ലോപ്പ് നടക്കുന്നുണ്ട്. ഗ്രാമസഭ കൂടി അംഗീകരിക്കണം, സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വേണം തൊഴിലുറപ്പിനെ നമ്മൾ കൊണ്ടുപോകാൻ. ഇതിപ്പോൾ മെലിയുകയാണ്. എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും
ഇതിൻ്റെ നേതാക്കളോടും അതിൻ്റെ മേധാവികളോടും എല്ലാവരും പറയുന്നത് കുളിപ്പിച്ച് കുഞ്ഞില്ലാതാവരുത്. നയപരമായ തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് മാറ്റേണ്ടതെങ്കിൽ അതിനാവശ്യമായ സാമൂഹ്യ സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും എം പിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ സമ്മർദ്ദവും കൊടുക്കണം. നയപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറ്റണം. ആക്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം, കാലാകാലങ്ങളിൽ പരിഹരിക്കണം. ഒരു സമയത്തായിരിക്കും ആക്ട് വരും, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ചില്ലെങ്കിൽ ആപ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആപ്റ്റാക്കി കൊണ്ടുവരണം. സ്റ്റേറ്റിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഉൽപ്പാദന മേഖലയോട്ടും സേവന മേഖലയിലോട്ടും പോകട്ടെ. JLG ഗ്രൂപ്പ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ലോണൊക്കെ എടുത്ത് നന്നായി കൊണ്ടുപോകാൻ പറ്റും. ആ തരത്തിലേക്കുള്ള JLG ഗ്രൂപ്പുകൾ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ വലിയ പ്രോജക്റ്റുകൾ, കിണർനിര പോലുള്ള, മഴവെള്ള സംഭരണം പോലുള്ള, ഭൂജല പരിപോഷണം പോലുള്ള, അതുപോലെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുപ്പിച്ച് തൊഴിലുറപ്പിനെ വൈവിധ്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. തീർച്ചയായും ഇത് മെലിയാൻ പാടില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ വരുമാനവും തൊഴിലുമാണ്. അത് ചെറിയ തുകയാണ് അവർക്കിപ്പോൾ കൊടുക്കുന്നതെങ്കിലും അത് അവർ വളരെ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യുകയാണ്. ആ തൊഴിൽ ഉറപ്പാക്കുവാൻ പൊതുസമൂഹത്തിനും ഗവൺമെൻറ്റുകൾക്കും വലിയ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.